ഈ പാട്ടിന്റെ പ്രത്യേകത വയലാറ് മനുഷ്യ മനസ്സുകളുടെ ദുഃഖങ്ങൾ എല്ലാവരിലേക്കും പകർന്ന് സ്വർണ്ണ രീതികളിൽ എഴുതി കൊടുത്ത് അവസാനം ഈ പാട്ടിൽ നിഴലുകളുടെ ദുഃഖങ്ങളാണ് വയലാറ് എഴുതുന്നത്. അത് വല്ലാത്ത ചില വരികളാണ്. ഞാൻ മനസ്സിലാക്കിയത് അതാണ്. നിഴലുകൾക്ക് ദുഃഖങ്ങളും നിഴല് ചോദിക്കുകയാണ്, കറുത്ത ചക്രവാളമതിലുകൾ ചൂഴും കാരാഗ്രഹമാണു ഭൂമി, ഒരു കാരാഗ്രഹമാണു ഭൂമി. തലയ്ക്കു മുകളിൽ ശൂന്യാകാശം, താഴെ നിഴലു ഇഴയും നരകം. കറുത്ത ചക്രവാളമതിലുകൾ ചൂഴും കാരാഗ്രഹമാണു ഭൂമി. വർണ്ണ ചിത്രങ്ങൾ വരയ്ക്കുവാനെത്തുന്ന വൈശാഖ സന്ധ്യകളെ ഞങ്ങളെ മാത്രം കറുത്ത ചായം മുക്കി എന്തിനീ മണ്ണിൽ വരച്ചു വികൃതമായി, എന്തിനീ മണ്ണിൽ വരച്ചു. നിഴലുകൾ ചോദിക്കുകയാണ്, ഇത്രയും സുന്ദരമായ ഒരു ഭൂമിയിൽ ഞങ്ങളെ മാത്രം എന്തിനാണ് കറുത്ത ചായം മുക്കിയിട്ട് ഇങ്ങനെ വികൃതമായി വരച്ചത്? അത് ചോദിക്കുന്നത് ശരിയല്ലേ? അപ്പൊ നിങ്ങൾ സന്ധ്യാനേരത്ത് ഒരു ബീച്ചിൽ പോയി നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ നിഴല് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ നിഴല് കറുത്തതായിരിക്കും, പക്ഷെ വികൃതമായിരിക്കും. നിങ്ങളെ പോലെ തന്നെ ഒരു ഇതിലായിരിക്കില്ല നിങ്ങളുടെ നിഴലുണ്ടാകുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചെതറി വികൃതമായി കിടക്കും. അതാണ് നിഴല് ചോദിക്കുന്നത്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വികൃതമായിട്ട് വരച്ചത് എന്നാണ് നിഴല് ചോദിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നിഴലിന്റെ ദുഃഖം കൂടി വയലാറ് മനുഷ്യരിലേക്ക് എത്തിക്കുന്നു എന്ന് പറഞ്ഞതാണ്. ഓക്കെ, എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് അഭിപ്രായം പറയാം. ഓക്കെ, താങ്ക് യു. ഇതെൻ്റെ കാലിൻ്റെ വിരലബലത്തൊന്ന് കടിച്ചെടുക്കുന്നു. ഒരു ഈച്ച ഞാൻ തച്ചു, അതിനെ തച്ചുമില്ല ഇതിനെ. അത് കടിച്ചിന്നെ. ഇരിക്കാൻ നല്ല സുഖം കേട്ടോ കുഞ്ഞിൻ്റെ കൂടെ.